ഗൈസ്, അപ്പോൾ എസ് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നെയ്യ് ഉണ്ടാക്കണ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. നമുക്കപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇന്ന് ഞാനല്ല ഉണ്ടാക്കാൻ പോണ, എൻ്റെ അമ്മയാണ്. അപ്പോൾ പോവാൻ നോക്കാം. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ അതെ പാലിൻ്റെ പാടിയില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. തലേ ദിവസം തിളപ്പിച്ച് വെച്ചാൽ പാലിൻ്റെ പാടി എടുത്തിട്ട് പാത്രത്തിലാക്കി നമ്മൾ ഫ്രീസറിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതെടുത്ത് ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്ത ജാറിലേക്ക് ഇടാൻ പോവാണ്. അപ്പം ഇതാണ് മൊത്തം ഇട്ട് കൊടുക്കണില്ല, പകുതി ഇട്ട് കൊടുക്കുക ആദ്യം. ഇത് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കണം കേട്ടോ, അടിക്കണേക്കാൻ മുമ്പ്. ഓക്കെ, ഇട്ടതിനുണ്ട്. നമ്മളിനി തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. പകുതി തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇനി അടിച്ചെടുക്കാം കേട്ടോ. നമുക്കിനി അടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ അടിച്ചെടുത്തേണ്ടത് ഈ ഒരു പരുവത്തിലായുണ്ട്. ഇനി നമുക്കിത് മാറ്റാം കേട്ടോ. ഓക്കെ ഗൈസ്, ദേ കണ്ട നല്ല പരുവത്തിലായുണ്ട്. നമ്മൾ ഇതിനി ഒന്ന് കൈ കൊണ്ട് എടുക്കണം. നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പിരിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇടും. കണ്ട നമ്മുടെ വെണ്ണയാണിത്, വെണ്ണ സെറ്റായിട്ടുണ്ട്. നമ്മളിതിന് ഉരുക്കി നെയ്യാക്കണം നമ്മൾ. ഓക്കെ, അപ്പം എല്ലാം നല്ല പിരിഞ്ഞിട്ട് വേണം. നമ്മളപ്പോൾ അടുത്ത ട്രിപ്പ് തട്ടാണ്, മറ്റേത് കഴിഞ്ഞു. മുഴുവനും ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് പഴയ പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അടിച്ചൊന്ന് എടുക്കണം. ഓക്കെ, അപ്പം എല്ലാം അടിച്ചെടുത്തിട്ട് വേണം ഗൈസ്. അപ്പം ഗൈസ്, നമ്മുടെ ലാസ്റ്റത്തെ വെണ്ണ ആയിട്ടുണ്ട്, അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ പോവാം. അപ്പം ഗൈസ്, നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇത് പാലിൻ്റെ അംശമുള്ള കാരണം നമ്മൾ ഇനി ഇതൊന്ന് കഴുകി എടുക്കണം അത്യാവശ്യം. അപ്പം നമ്മൾ ഐസിൻ്റെ വെള്ളം തന്നെയാണ് കഴുകിയെടുക്കുന്നത്. ഇത്തിരി വെള്ളം എടുത്തിട്ട് ഇട്ടാൽ മതി, നമുക്ക് കഴുകിയെടുക്കാം. ഇട്ടിട്ടുണ്ട് ഗൈസ്, കണ്ട പാലിൻ്റെ അംശം കണ്ട. അപ്പം നമുക്കതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കണത്. നന്നായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, കർക്കിടക കാരണം നമ്മൾ കുറച്ച് മരുന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് കാണിച്ചു തരാം. ചൂടുള്ള മരുന്ന് തന്നെയാണ്, കണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിനി വെണ്ണയിലേക്ക് പോവാം. അപ്പം നമ്മളിത് വേണമെങ്കിൽ പഞ്ചസാര കൂട്ടി കഴിക്കാൻ പറ്റും വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് എടുത്തൊക്കെ ഉണ്ട്, കുറച്ച് എടുത്തേക്കണുള്ളൂ. നമുക്കിപ്പോൾ ഇത്രയും തന്നെ ഉണ്ടെങ്കിലും നമ്മൾക്ക് നെയ്യ് ഉണ്ടാക്കി വരുമ്പോൾ ഇത്തിരി ഉണ്ടാവുമല്ലോ നെയ്യ്. അപ്പോൾ അതേ കണ്ട വെച്ചിട്ടുണ്ട്, ഇത്ര മതി. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാത്രത്തിൻ്റെ പകുതി ഒക്കെ നമ്മൾക്ക് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് എത്തിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, കത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നന്ന് ചൂടാവട്ടെ കേട്ടോ നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇടാൻ പോവാണ് കേട്ടോ, ചൂടായിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം ഇട്ടുണ്ട്. ഇനി നല്ല ഉരുകി നല്ല നെയ്യ് പോലെ തന്നെ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. കേട്ടോ, നല്ല ഇതായിട്ടുണ്ട്. എന്താ ഇപ്പം ഇത് ഉരുകണ വരെ നമ്മൾ ഗ്യാസ് ഒന്ന് കൂട്ടിയിടണം കേട്ടോ. ഇതേ പയ്യെ ഉരുകി വേണണ്ട. ഇളക്കി കൊടുക്കണ്ട ജസ്റ്റ്. അപ്പം ഗൈസ്, നല്ല ലൂസ് പരുവത്തിലുണ്ട് കണ്ടോ. ഇത് നന്നായിട്ട് തിളച്ച് തന്നെ കണ്ടോ ഗൈസ്. അപ്പം നമ്മുടെ നെയ്യ് നല്ല തെളിഞ്ഞ് തന്നെ ഉണ്ടാവും. മേളിൽ കാണുന്നതാണ് നെയ്യിട്ടോ, പിന്നെ നല്ല വറ്റി തന്നെ നല്ല ക്ലിയർ ആവട്ടോ. അതൊരു നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല പതഞ്ഞ് തന്നെ ഉണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞൊന്നും മേളിൽ അടിയിലേക്ക് മറ്റേതൊക്കെ പോകോളൂ.
കണ്ട നല്ല തെളിഞ്ഞ എണ്ണയുണ്ട്. അപ്പം അതേ എണ്ണ ഇതുകാരം കാണാൻ പറ്റില്ല. കണ്ട ഈ പരുവത്തിൽ നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്യാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ട ഈ പരുവത്തിലാണ് നമ്മളുടെ. ഗൈസ് ഇതിന് ആറണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം എടുക്കും. പാറിയിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതേ നമ്മുടെ നെയ്യ് കണ്ട നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി വേറെ പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ. അരിപ്പ വെച്ച് കൊടുക്കണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇത് വരും. നമ്മൾ അരിപ്പ വെച്ചിട്ട് പാത്രത്തിലേക്ക് വേറെ ചില്ലിൻ്റെ ഇതിനകത്തേക്ക് ആട്ടോ പകർത്തണേ. അപ്പം ഗൈസ് നമ്മൾ ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് വേറെ പകർത്താൻ. ചൂടോടുകൂടി നമ്മൾ പകർത്താൻ പാടില്ല കേട്ടോ. അപ്പം ഗൈസ് നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല നെയ്യ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഗൈസ് നമ്മുടെ നെയ്യ് ഉണ്ടാക്കണ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് ഇഷ്ടപ്പെട്ടോന്ന്. ഇപ്പം നല്ല പുഴത്ത് നല്ല മഴയുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.